അബദ്ധ ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇന്നത്തെ ഉബണ്ടു അവറിൽ ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു പക്ഷേ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടില്ലാത്തതോ അല്ലെങ്കിൽ അറിയാത്തതോ അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്തതോ ആയ കാര്യങ്ങളായിരിക്കും ഗ്രാറ്റിറ്റ്യൂഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ എല്ലാവരെയും ഈ ഉബണ്ടു അവറിലേക്ക് ഞാൻ വെൽക്കം ചെയ്യാണ്. ഞാൻ രേഷ്മയെ ഹോസ്റ്റ് ആക്കുകയാണ്. രേഷ്മ വരുന്നവരെ അഡ്മിറ്റ് ചെയ്യണേ. ഓ ഞാൻ അഖിലെ ആണോ? ഞാൻ ഓക്കെ ഞാൻ ഒരു ഒറ്റ സെക്കൻഡ് മാറിപ്പോയി. അഖിലെ യെസ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറയാൻ പോകുന്നത് പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, അതോടൊപ്പം തന്നെ ഹൗ വി പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്, ഗ്രാറ്റിറ്റ്യൂഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മിത്തുകൾ എന്തൊക്കെയാണ്, മിത്ത് എന്താണ്, ദെൻ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നൊരു മെത്തഡോളജി ഉണ്ട്. ആ മെത്തഡോളജിയാണ് അത് ഇന്ന് എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡുമായിട്ട് റിലേറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റുമോ അത് മാക്സിമം പറയാമെന്ന് വിചാരിക്കുന്നു. ഒരു 45-50 മിനിറ്റ്സ്. സോ ഇന്നത്തെ ഉബണ്ടു അവർ നമ്മൾ എല്ലാവർക്കും അറിയുന്ന ഗ്രാറ്റിറ്റ്യൂഡ്. നോർമലി നമ്മൾ പറയും താങ്ക് യു, ബട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് സംതിങ് മോർ ദാൻ ദാറ്റ്. താങ്ക് യുവിന് പ്രത്യേകമുള്ളൊരു കാര്യമാണ്. അതൊരു ഫോഴ്സാണ്. അത് നമ്മുടെ ഇന്നർ മൈൻഡ്, ഇന്നർ വേൾഡിനെ റീവെയർ ചെയ്യുന്ന ഒരു ഫോഴ്സാണ്. ആ റീവെയറിങ് പ്രോപ്പർ ആകുമ്പോഴാണ് നമ്മുടെ ഔട്ടർ വേൾഡിൽ ബ്രേക്ക് ത്രൂ മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ഗ്രാറ്റിറ്റ്യൂഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫോഴ്സ് ദാറ്റ് റീവയർ അവർ ഇന്നർ വേൾഡ് ആൻഡ് അട്രാക്ട് ബ്രേക്ക് ത്രൂ മൊമെൻറ്റ്സ് ഇൻ ഔട്ടർ വേൾഡ്. ഇത് നമ്മളെ ഇൻറ്റേർണലി നമ്മളെ ക്ലെൻസ് ചെയ്യുന്ന, റീപ്രോഗ്രാമിങ് ചെയ്യുന്ന, റീവയർ ചെയ്യുന്ന, എനർജി ഫില്ല് ചെയ്യുന്ന ഒരു സൂപ്പർ ഫോഴ്സാണ് ഗ്രാറ്റിറ്റ്യൂഡ്. പ്ലീസ് ക്ലോസ് യുവർ ഐസ് ഇൻ 30 seconds. Think of one blessing in your life that surprised you last week. ഈ കഴിഞ്ഞ ഈ മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏതെങ്കിലും, നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ, നിങ്ങളെ സർപ്രൈസ് ചെയ്ത ഒരു ബ്ലെസ്സിങ് ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. നിങ്ങൾക്ക് ഇത് കൊള്ളാമല്ലോ, ഇത് ഞാൻ വിചാരിക്കാതെ എനിക്ക് കിട്ടിയതാണല്ലോ, സർപ്രൈസ് ചെയ്ത ഒരു അനുഗ്രഹം യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടാവും. അത് മനസ്സിലേക്ക് എടുക്കുക. ബ്രീത്ത് ഇൻ ടു ഇറ്റ്, ഫീൽ ഇറ്റ്. അത് മനസ്സിലേക്ക് എടുത്ത് അതിനൊന്ന് ഫീൽ ചെയ്യുക. സർപ്രൈസായിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഒരു ബെനിഫിറ്റ്, ഒരു ബ്ലെസ്സിങ് ഫീൽ ചെയ്യുക. ദെൻ പ്ലീസ് ഓപ്പൺ യുവർ ഐസ്. ഇനി നിങ്ങൾ ഈ ആഴ്ച, ഈ വീക്ക് നിങ്ങൾ നോക്കുക, നിങ്ങളെ സർപ്രൈസ് ചെയ്യിക്കുന്ന 3-ലധികം അല്ലെങ്കിൽ 5-ലധികം മൊമെൻറ്റ്സ് യൂണിവേഴ്സ് കൊണ്ട് തരും. ലാസ്റ്റ് വീക്ക് ഞാൻ ഈ ഒരു എക്സസൈസ് എന്തുകൊണ്ട് ഇട്ടെന്ന് ചോദിച്ചാൽ, ലാസ്റ്റ് വീക്ക് ഞാൻ എൻ്റെ കോച്ചിങ് സ്റ്റുഡൻസിനോട് അത് പറയുകയും ചെയ്തു. ഞാൻ എന്നെ സർപ്രൈസ് ചെയ്ത കഴിഞ്ഞ 3 ദിവസത്തിന് മുമ്പ്, 4 ദിവസത്തിന് മുമ്പ് എന്നെ സർപ്രൈസ് ചെയ്ത് എന്തെങ്കിലും ബ്ലെസ്സിങ്സ് ഉണ്ടോ, ഞാനൊന്ന് ഗ്രേറ്റ്ഫുൾ ആകണം എന്ന് ചിന്തിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിനാണ് ഒരു 3 എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. സർപ്രൈസ് ബ്ലെസ്സിങ് ആയിരുന്നല്ലോ ഈ വീക്കിൽ. എന്നിട്ട് ഞാനതിനെ ഫീൽ ചെയ്തു. ഞാനതിനെ ഒരു ഞാൻ അതിനെ ഞാൻ അതിനെ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തതെന്ന് വെച്ചാൽ കണ്ണടച്ചിട്ട് ആ ഒരു മൊമെൻറ്റിനെ ഫീൽ ചെയ്തു. ഞാൻ ആത്മാർത്ഥമായിട്ട് ഇൻറ്റൻഷനലി വളരെ മൈൻഡ്, ഞാൻ ആ വഴി എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തതെന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്തു. ഗ്രാറ്റിറ്റ്യൂഡ് പല രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഞാൻ എൻ്റെതായ രീതിയിൽ എക്സ്പ്രസ് ചെയ്തു. 3 ദിവസം കഴിയുന്നതിന് മുമ്പേ എന്നെ സർപ്രൈസ് ചെയ്ത ബ്ലെസ്സിങ്ങുകളുടെ പെരുമഴയായിരുന്നു. ബിലീവ് മീ, നിങ്ങളതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. അപ്പോൾ ഞാൻ ഈ കാര്യം ഞാൻ എൻ്റെ മകളോട് പറഞ്ഞപ്പോൾ എൻ്റെ മകൾ എന്നോട് പറഞ്ഞാണ്, മമ്മി ഇങ്ങനെ പറഞ്ഞാലുടൻ യൂണിവേഴ്സ്
മമ്മി ഇങ്ങനെ ആഗ്രഹിച്ച ഉടൻ യൂണിവേഴ്സ് മമ്മിക്ക് അത് തരാറുണ്ട്. എപ്പോഴും അങ്ങനെയാണ്. ഡീറ്റെയിൽ ആയിട്ട് മമ്മി വേണം എന്ന് ഉദ്ദേശിച്ച് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സ് തന്നിട്ടുമുണ്ട്. മമ്മിക്ക് അങ്ങനെ ആണ്, മമ്മി അങ്ങനെയാണ്. ഒരിക്കലും എനിക്കൊരു പ്രത്യേകതയില്ല. ഞാൻ ഡീപ്പർ 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 ലെവലിൽ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യും. ഞാൻ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും ഞാൻ വാല്യൂ ചെയ്യും. വലിയ കാര്യങ്ങൾ മാത്രമല്ല, ചെറിയ കാര്യങ്ങൾ. പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ചെറിയ കാര്യങ്ങളുണ്ട്. ആ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ അറിയ പോലും ഇല്ല. നമ്മളതിനെ വാല്യൂ ചെയ്യില്ല. നമ്മളെപ്പോഴും വലിയ കാര്യങ്ങൾക്ക് അത് കിട്ടട്ടെ, അത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് ആലോചിച്ച് നോക്കി. വലുത് മാത്രം മതി എനിക്ക്, അതല്ല. ഓരോ ഒരു കുഞ്ഞു കാര്യമാണെങ്കിൽ പോലും നമ്മളെ സേഫ്റ്റിക്കും നമ്മുടെ സന്തോഷത്തിനും നമ്മളുടെ അബൻഡൻസിനും നമ്മളുടെ പ്രൊട്ടക്ഷനും സെക്യൂരിറ്റിക്കും വേണ്ടി യൂണിവേഴ്സ് നമുക്ക് തന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ വലിയ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ സെൽഫിഷ് ആകും. എനിക്ക് വലുതാണ്, എനിക്ക് വലുത്, നോ, എനിക്ക് വലിയ കാര്യങ്ങൾ വേണം. ചെറിയ കാര്യങ്ങൾ, ആ ചെറിയ കാര്യങ്ങൾ എടുത്ത് പറയാൻ തുടങ്ങുമ്പോൾ, ചെറിയ സർപ്രൈസ് ബ്ലെസ്സിങ്സുകൾ കണ്ടെടുക്കാൻ തുടങ്ങുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ ലൈഫിലേക്ക് വരും. ഗ്രാറ്റിറ്റ്യൂഡ് നോട്ട് ജസ്റ്റ് എ ഫീലിംഗ് ബട്ട് എ ഫ്രീക്വൻസി. ഒരിക്കലും ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ഫീലിംഗ് അല്ല, ഒരു ഫ്രീക്വൻസിയാണ്. കൂടുതൽ ആളുകളും പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് മേക്ക് യു ഫീൽ ഗുഡ്. പക്ഷെ യഥാർത്ഥത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് ചേഞ്ച് യുവർ എനർജറ്റിക് സിഗ്നേച്ചർ. നമ്മൾ എന്തുകൊണ്ടാണ് ഫീൽ ഗുഡ് വരുന്നത് വെച്ചാൽ നമ്മുടെ എനർജി ചേഞ്ച് ആവുന്നു. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്ന സമയത്ത് ഹാർട്ട് ബ്രെയിൻ കൊഹറൻസ് സംഭവിക്കും. ഇത് നമ്മുടെ ഹൃദയത്തിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് നമ്മുടെ എൻറ്റയർ ബോഡിയിലും നമുക്കത്, അതായത് ടോപ്പ് ടു ബോട്ടം, അത് അതിൻ്റെ ഒരു ഫ്രീക്വൻസി, അതിൻ്റെ ഒരു വൈബ്രേഷൻ ബോഡിയിൽ ഉണ്ടാവുന്നു. ഇതുണ്ടാകുന്ന സമയത്ത് നമ്മൾ എമിറ്റ് ചെയ്ത് നമ്മുടെ എനർജി ഹയർ ലെവലാവും. ഈ സമയത്ത് ഉള്ളിൽ നടക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം. ഇപ്പം ഞാനൊരു മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ചെറിയൊരു കാര്യം, ചെറിയൊരു ബ്ലെസ്സിങ്സ് എടുത്ത് പറയുന്നു. ആ സമയം ഈ കൊഹറൻസ് വരും. ഹാർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പുറത്തേക്ക് വരുന്നു. അത് പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി ടോപ്പ് ടു ബോട്ടം വൈബ്രേഷൻ ചേഞ്ച് ചെയ്യുന്നു. ഈ സമയത്ത് നമ്മളത് ഫീൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്, ഐ ഓൾറെഡി ഹാവ്, എനിക്കിതുണ്ടല്ലോ എന്നൊരു ഫീലിംഗ്. ഐ ഓൾറെഡി റിസീവ്ഡ്, ഇതെനിക്ക് കിട്ടിയല്ലോ, ഇതെനിക്ക് ഉണ്ടല്ലോ. ഒരു ഹാവിങ് മൈൻഡ് സെറ്റ്. ഇതെനിക്കുണ്ട്, ഞാനത് റിസീവ് ചെയ്ത കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം, ഒരു കോൺഫിഡൻസ് അത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഹാവിങ് ഫീൽ, എനിക്കിത് ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ്. ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി കൂട്ടുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിന് ഒരിക്കലും യുനോ നമ്മൾ ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടിയ എന്താണ്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനേ പറ്റില്ല. ഇപ്പം നമുക്കുള്ളത് എന്താണ്, അല്ലെങ്കിൽ ഇപ്പം കിട്ടിയ എന്താണെന്ന് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സബ് കോൺഷ്യസ് മൈൻഡ് പറ്റത്തില്ല. പക്ഷേ ആ കിട്ടുന്ന ഒരു എനർജി, നമ്മൾ ആ ഫ്രീക്വൻസി, നമ്മളിലേക്ക് ബോഡിയിലേക്ക് വരുന്ന ഫ്രീക്വൻസി, ആ കൊഹറൻസിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഫീലിംഗ് വരുമ്പോൾ, സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ലാംഗ്വേജ് ഫീലിംഗ് ആണ്, ഇമേജ് ആൻഡ് ഫീലിംഗ്. നമുക്ക് കിട്ടിയ കാര്യങ്ങൾ ഇതുണ്ടെന്ന് സബ് കോൺഷ്യസ് മൈൻഡിലാണ്. പക്ഷേ അതുണ്ടാവുമ്പോൾ എനിക്കുണ്ടാകുന്ന ഫീലിംഗ്, അതുള്ളത് കൊണ്ട് ഞാൻ ഓൾറെഡി റിസീവ്ഡ് എന്നുള്ളൊരു ഫീലിംഗ്, ഇത് സബ് കോൺഷ്യസ് മൈൻഡിന് കിട്ടും. ദാറ്റ് ഈസ് വൈ ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഹാക്ക് എന്ന് പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡിനെ പറയുന്നത് മാനിഫെസ്റ്റേഷൻ ഹാക്ക് എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മളല്ലേ വെയിറ്റിംഗ് ടൈം ബിറ്റ്വീൻ ഡിസയർ ആൻഡ് റിയാലിറ്റി. ഇത് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത ഒരു വ്യക്തി, ഗ്രാറ്റിറ്റ്യൂഡ് പ്രോപ്പറായിട്ട് ചെയ്യാത്ത ഒരു വ്യക്തിക്ക് വെയിറ്റിംഗ് ടൈം ഒരുപാട് കൂടുതലാണ്. അവരുടെ ഡിസയറും റിയാലിറ്റിയും തമ്മിൽ വളരെ വളരെ വലിയൊരു ഗ്യാപ്പുണ്ട്. അപ്പോൾ ഒരു മാനിഫെസ്റ്റേഷൻ ഹാക്ക് എന്ന് പറയുമ്പോൾ, മാനിഫെസ്റ്റേഷൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന മാനിഫെസ്റ്റേഷനിലൂടെ കാര്യങ്ങൾ വേണം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളെല്ലാം പ്രോപ്പർ വേയിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം.
ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് നോട്ട് അബൌട്ട് സെയിങ് താങ്ക് യു. എന്താണോ നമുക്ക് ലഭിച്ചതിന് താങ്ക് യു പറയലല്ല. ഇറ്റ്സ് അബൌട്ട് എംബോഡിങ് താങ്ക് യു ഫോർ വാട്ട്സ് അബൌട്ട് ടു ഹാപ്പൻ. എനിക്ക് വരാൻ പോകുന്നു, എനിക്ക് വേണം, അതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എംബ്രേസ് ചെയ്യണം. എംബോഡിമെൻറ്റ് നമ്മളിൽ ഉണ്ടായിരിക്കണം, ബോഡിയിലുണ്ടാകണം, ഫീലിങ്ങിലുണ്ടാകണം, മൈൻഡിലുണ്ടാകണം. ആ ഗ്രാറ്റിറ്റ്യൂഡിലുള്ള നമ്മൾ ഓൾറെഡി എനിക്ക് എൻ്റെ ഡിസേഴ്സ് എല്ലാം എനിക്ക് ഫുൾഫില്ല് ചെയ്താലുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാരഡോക്സ് ഉണ്ട്. നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യമാണ്. ചിലപ്പോൾ ചിലപ്പം നമ്മൾ ചിലപ്പം ചിന്തിക്കാത്തൊരു കാര്യമായിരിക്കും. ട്രൂ ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് നോട്ട് കണ്ടീഷണൽ. യഥാർത്ഥ ഗ്രാറ്റിറ്റ്യൂഡ് കണ്ടീഷണൽ അല്ല. ശരിക്കും പറഞ്ഞാൽ ചില ആൾക്കാർ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് നോർമലി ആളുകൾ പറയുന്നത്, ഇപ്പോൾ ഒരുപക്ഷെ കോച്ചിങ്ങിന് വന്നവരോ അല്ലെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ളവരോ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് നേരത്തെ പഠിച്ചിട്ടുള്ളവരോ അതിൻ്റെ ഡീപ്പർ ലെവലിലേക്ക് പോയവരാണെങ്കിൽ അങ്ങനെയല്ല. നോർമലി ഉള്ള ആൾക്കാർ വിചാരിക്കുന്നത് എന്തെന്നറിയാമോ? ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പറയുന്നത് ഒരു കാര്യം നടക്കുമ്പോഴാണ്. താങ്ക് ഗോഡ് എനിക്ക് കിട്ടി, താങ്ക് യു. ആഫ്റ്റർ സക്സസ് ഓർ ആഫ്റ്റർ ഹീലിംഗ്, അസുഖം വന്ന് ഞാൻ ഹീൽഡായി, താങ്ക് യു സോ മച്ച്, എൻ്റെ അസുഖമൊക്കെ മാറി, ഞാൻ ഹീലായി. അല്ലെങ്കിൽ ആഫ്റ്റർ അബൻഡൻസ്, താങ്ക് യു സോ മച്ച്, എനിക്ക് പൈസ കിട്ടി, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ നല്ല റിലേഷൻഷിപ്പ്, അതല്ലെങ്കിൽ എനിക്ക് നല്ല ബെസ്റ്റ് സോഷ്യൽ കണക്ഷൻസ്, ഇതെല്ലാം ഉണ്ട്. നോ, ബട്ട് ദ സീക്രട്ട് ഈസ് ബ്രേക്ക് ത്രൂ കംസ് വെൻ യു ക്യാൻ സേ താങ്ക് യു ബിഫോർ എവിഡൻസ് അറൈവ്സ്. നമുക്ക് വേണ്ടത് നമ്മളിലേക്ക് വരുന്നതിന്, ആഗ്രഹിക്കുന്നത് വരുന്നതിന് മുൻപ് താങ്ക് യു പറഞ്ഞ് തുടങ്ങുകയാണെങ്കിൽ യു വിൽ ബി ഇൻ ദ ബ്രേക്ക് ത്രൂ മൊമെൻറ്റ്സ്. ബ്രേക്ക് ത്രൂ വരും നമ്മുടെ ലൈഫിലേക്ക്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, ആ വേണ്ട കാര്യങ്ങൾ ഓൾറെഡി ലൈഫിലേക്ക് വന്നു എന്ന് കരുതിക്കൊണ്ട് ആ ഫീലിംഗ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. ഇത് ഭയങ്കര പവർഫുള്ളാണ്. കണ്ടീഷണൽ ഗ്രാറ്റിറ്റ്യൂഡ് കീപ്സ് എ സ്റ്റക്ക്. കിട്ടിയ കാര്യങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. അത് നമ്മൾ ബ്രീത്തിങ് എടുക്കുന്ന പോലെ ഇമ്പോർട്ടൻ്റ് ആണ്, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഗ്രാറ്റിറ്റ്യൂഡ് കണ്ടീഷനിലാവുമ്പോൾ അത് കിട്ടിയാൽ ഞാനിത് പറയും, അത് കിട്ടിയത് കൊണ്ട് എനിക്കിത് പറയണം, ഇത്രയും കാര്യങ്ങളുണ്ട് കിട്ടിയത് കൊണ്ട് ഞാൻ പറയും താങ്ക് ഗോഡ് എനിക്ക് കിട്ടിയല്ലോ. അത് നമ്മളെ സ്റ്റക്കാക്കും. അൺകണ്ടീഷണൽ ഗ്രാറ്റിറ്റ്യൂഡ് സെറ്റ് ആസ് ഫ്രീ. അൺകണ്ടീഷണൽ ഗ്രാറ്റിറ്റ്യൂഡ് സെറ്റ് ആസ് ഫ്രീ. അൺകണ്ടീഷണലി നമുക്ക് എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ്? ഇപ്പം ഇനി നമ്മൾ ചെയ്യുന്നതെല്ലാം അൺകണ്ടീഷണൽ ഗ്രാറ്റിറ്റ്യൂഡ്. അൺകണ്ടീഷണൽ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ മൂവ് ചെയ്യണം. ഒറ്റ മിനിറ്റ്, ഒറ്റ സെക്കൻഡ്. ഓക്കെ, സോ ഗ്രാറ്റിറ്റ്യൂഡ് ആസ് ആൽക്കമി. നമ്മളൊരു പെയിനെ എങ്ങനെയാണ് പവറിലേക്ക് കൊണ്ടുപോകുന്നത്? നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈസ് നോട്ട് ജസ്റ്റ് ഫോർ ബ്ലെസ്സിങ്സ് ഓൺലി, ഇറ്റ്സ് ഫോർ സ്ട്രഗിൾസ് ടു. ന്യൂറോ സയൻസ് പറയുന്നത് നമ്മളിപ്പോൾ ഒരു പെയിൻഫുൾ ഇവൻറ്റിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ പോലും, നമ്മളുടെ ബ്രെയിൻ ഒരു ട്രോമയിലേക്കാണ് പോകുന്നതെങ്കിലും തിരിച്ച് റെസീലിയൻസിലേക്ക് വരാൻ, ബാക്ക് ടു നോർമലിലേക്ക് വരാൻ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും വലിയ ട്രോമയിലൂടെ കടന്നു പോകുമ്പോൾ, പെയിൻഫുള്ളായിട്ടുള്ള മൊമെൻറ്റിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ജീവിക്കുന്നു എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയത് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുകൊണ്ട് മാത്രമാണ്. എൻ്റെ ഡെയിലി റുട്ടീനിലേക്ക് തിരിച്ചു വരാൻ എന്നെ സഹായിച്ചത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഒരു ഡീപ്പർ പെയിൻ ആണെങ്കിലും ട്രോമയിലാണെങ്കിലും വി ക്യാൻ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇതിനെയാണ് നമ്മൾ സ്പിരിച്വൽ ട്രഡീഷൻസിൽ പറയുന്നത് ആൽക്കമി ഓഫ് ദ സോൾ എന്നാണ് പറയുന്നത് ഈ ഒരു പ്രോസസ്സിനെ. അപ്പോൾ നമ്മൾ ഒരു പെയിനെ, ദാറ്റ് മീൻസ് ടേണിങ്
ഇൻറ്റു ഗോൾഡ് എന്ന്. അതായത് ഒരു പെയിൻ ആയിരിക്കുന്ന ഒരു സമയത്തും നമ്മൾ ആൽക്കമി ഓഫ് സോൾ എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ച് നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഈ ഒരു പ്രാക്ടീസ് നമുക്ക് യൂസ് ചെയ്യണം. ഈ ഒരു പ്രാക്ടീസ് ഇറ്റ്സ് വെരി വെരി ഗുഡ്. നമ്മൾ ഇതിനകത്ത് പോകുമ്പോൾ ഇതിനകത്ത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കെയർ എന്ന് പറയുന്ന ഒരു 4 ലെറ്ററിൽ CARE, ഗ്രാറ്റിറ്റ്യൂഡ് കെയറസ്, അങ്ങനെ ചിന്തിക്കുക. നമ്മൾ ടോട്ടലി കെയർ ചെയ്യുന്നൊരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മുടെ ലൈഫിന് വളരെ എല്ലാ അർത്ഥത്തിലും കെയർ ചെയ്യുന്നൊരു ഒരു പ്രാക്ടീസ്, ഒരു റിച്വൽ, ഒരു വേ ഓഫ് ലിവിങ്, ഒരു അൺകണ്ടീഷണൽ പ്രാക്ടീസിങ്, കണ്ടീഷണൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതാണ് കെയർ ചെയ്യും. ഈ കെയർ എന്താണ്? സി എന്ന് പറയുന്നത്, CARE, കെയർ. സി എന്ന് പറയുന്നത് ഇറ്റ് കണക്ട്സ് യു ടു ദ സോഴ്സ് ആൻഡ് ദ യൂണിവേഴ്സ്, എൻ്റർ വേൾഡ്. അപ്പം നമ്മളെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അത് ഗ്രാറ്റിറ്റ്യൂഡ് സോഴ്സുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യും, അതോടൊപ്പം തന്നെ എൻറ്റയർ വേൾഡുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യും ഗ്രാറ്റിറ്റ്യൂഡ്. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മളിപ്പോൾ ഒരു വ്യക്തിയെ സോഴ്സിനോട്, യൂണിവേഴ്സിനോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്ന അൺകണ്ടീഷണൽ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ സോഴ്സ് നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കും. നമ്മളൊരു വ്യക്തിക്ക് താങ്ക് യു പറഞ്ഞു നോക്കൂ, സിൻസിയറായിട്ട് താങ്ക് യു പറഞ്ഞു നോക്കൂ, ആ ബന്ധം മെച്ചപ്പെടും. സോ അത് നമ്മളെ സി ഫോർ കണക്ട് യു വിത്ത് ദ സോഴ്സ് ആൻഡ് അതേഴ്സ്, പീപ്പിൾ. അടുത്തത് എ എന്ന് പറയുന്നത് ആംപ്ലിഫൈസ്. ഗ്രാറ്റിറ്റ്യൂഡ് ആംപ്ലിഫൈസ് യുവർ റിസൾട്ട്സ്. നിങ്ങൾക്ക് എന്താണോ ഉള്ളതിന് അതിനെ ആംപ്ലിഫൈ ചെയ്യിക്കുന്ന ഒരു പ്രോസസ്സാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ആംപ്ലിഫൈ ചെയ്യിക്കും. എന്താണോ ഉള്ളത് അത് ആംപ്ലിഫൈ ചെയ്യും. ആർ, റെസ്ക്യൂ യു. ഡെഫിനറ്റ്ലി നിങ്ങളെ റെസ്ക്യൂ ചെയ്യും. ഏതിപ്പോൾ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഓൾ ഗുഡ്, ഓൾ ഹാപ്പി, നോട്ട് ഓൾ ഹാപ്പി, നോട്ട് ഓൾ ഗുഡ്. ഒരിക്കലും അത്ര സേഫ് അല്ല ലൈഫ് എന്ന് പറയുന്നത്. ഇറ്റ്സ് മിക്സ്ചർ ഓഫ് ഗുഡ് ആൻഡ് ബാഡ്. ലൈക്ക് നമ്മളിപ്പോൾ സൺലൈറ്റ്, ഡീപ്പർ സൺലൈറ്റ് ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ ഒരു ഷാഡോ വരും, അതുപോലെ. അപ്പോൾ സൺലൈറ്റ് ആയിരിക്കുന്ന വളരെ ഭയങ്കര ഹെവി സൺലൈറ്റ് ആയിരിക്കുന്ന സമയത്തും നമ്മൾ എന്താ പറയേണ്ടത്, അത് ആ സമയത്ത് നമ്മൾ, അല്ലെങ്കിൽ ഹെവി പ്രഷറായിരിക്കുന്ന സമയത്ത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നിൽക്കുകയാണെങ്കിൽ നമ്മളെ റെസ്ക്യൂ ചെയ്യും. ഏത് പ്രശ്നത്തിലും ഗ്രാറ്റിറ്റ്യൂഡ് പറയണമെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ റെസ്ക്യൂ ചെയ്യും. ദെൻ എന്ന് പറയുന്നത് എനേബിൾസ് യു. നിങ്ങളിൽ എന്തൊക്കെയുണ്ടോ അതിനെ കൂടുതൽ എനേബിൾ ആക്കും. ഗ്രാറ്റിറ്റ്യൂഡ് എനേബിൾസ് യു. സോ കെയർ, ആ കെയർ, ഗ്രാറ്റിറ്റ്യൂഡ് കെയർ. ഓൾവേസ് റിമെമ്പർ ദാറ്റ് കെയർ, ഗ്രാറ്റിറ്റ്യൂഡ് കെയർ. ഗ്രാറ്റിറ്റ്യൂഡ് റീഫ്രെയിം മെത്തേഡ്. നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡിനെ എങ്ങനെ റീഫ്രെയിം ചെയ്യാമെന്ന് നോക്കാം. നമുക്കൊരു കറണ്ട് സ്ട്രഗിളിന് ഗ്രാറ്റിറ്റ്യൂഡ് ഇപ്പോൾ നമുക്ക് എഴുതാം. ഒരു സ്ട്രഗിളിലാണ് നിങ്ങൾ, ഒരു ക്രൈസിസിലാണ്, ഒരു കയോസിലാണ്, ഒരു പ്രോബ്ലത്തിലാണ്. അപ്പം നമുക്ക് ആ പ്രോബ്ലം എഴുതണ്ട. ആ പ്രോബ്ലം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് അതിനകത്ത് തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, നമുക്ക് ഒരു യൂണിവേഴ്സുമായിട്ടൊരു കണക്ഷൻ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ജസ്റ്റ് ലൈക്ക് വാട്ട് ഹിഡൻ ഗിഫ്റ്റ് മൈ ദിസ് കണ്ടെയ്ൻ. എന്താണ് ഈ ഒരു വലിയ പ്രോബ്ലത്തിൽ എനിക്ക് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഗിഫ്റ്റ് എന്താണെന്നൊന്ന് പറയാമോ? താങ്ക് യു ഫോർ ദാറ്റ്. താങ്ക് യു ഫോർ giving that wonderful gift. I am waiting for that wonderful gift. Express thanks in advance for the lesson. ഒരു പ്രശ്നം, ഡെഫിനറ്റ് ആയിട്ട് പ്രോബ്ലം ഉണ്ടാവും. ഈ രീതിയിൽ നമ്മൾ അപ്രോച്ച് നോക്കുകയാണെങ്കിൽ ദി സിംഗിൾ പ്രാക്ടീസ് ട്രാൻസ്ഫോംസ് ബ്ലോക്ക് ടു ബ്രേക്ക് ത്രൂ. നമ്മൾ പറയില്ല, കുറേ കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷെ ഒന്നും നടക്കുന്നില്ല, വലിയ പ്രശ്നത്തിലാണ്, എത്ര ചെയ്തിട്ടും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, സ്റ്റക്കാണ്. ബിസിനസ്സിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ സ്റ്റക്കാണ്. മറ്റുള്ളവരിൽ കോച്ച് എന്നുള്ള രീതിയിൽ എന്നിലേക്ക് ക്ലയൻറ്റ് വരുന്നില്ല, അവിടെയും ഞാൻ സ്റ്റക്കാണ്. ഇങ്ങനെയൊക്കെയുള്ള സ്റ്റക്ക് വരുമ്പോൾ ഈ ഒരൊറ്റ പ്രാക്ടീസ് നിങ്ങൾ നോക്കൂ. വാട്ട് ഹിഡൻ ഗിഫ്റ്റ് മൈ ദിസ് കണ്ടെയ്ൻ. ഈ ഒരു പ്രശ്നത്തിൽ
ഞാനിപ്പോൾ അനുഭവിക്കുന്ന പ്രോബ്ലത്തിൽ എന്ത് ഗിഫ്റ്റാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് എനിക്കൊന്ന് കാണിച്ചു തരാമോ? ഈ ഒരു പ്രശ്നം ഞാൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുമ്പോൾ, ഈ പ്രശ്നം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ കാത്തിരിക്കുന്ന, എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ഗിഫ്റ്റ് എന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? ആ ഗിഫ്റ്റ് എന്താണോ ആ ഗിഫ്റ്റിന് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തു തുടങ്ങുക. എനിക്കൊരു ഗിഫ്റ്റ് ഉണ്ട്, എനിക്കറിയാം. താങ്ക് യു ഫോർ ദാറ്റ് ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ഗിഫ്റ്റ്. ആ ഗിഫ്റ്റ് എന്താണോ ആ ഗിഫ്റ്റ്, ഈ ഒരു പ്രശ്നത്തിന് ശേഷം എനിക്കിരിക്കുന്ന ഗിഫ്റ്റ്. സോ അത് എങ്ങനെയാണ് നിങ്ങളെ റെസ്ക്യൂ ചെയ്യുന്നതെന്നും, എങ്ങനെയാണ് ആ പ്രശ്നത്തിൽ നിന്ന്, ആ സ്റ്റക്കിൽ നിന്നും, ബ്ലോക്കിൽ നിന്നും ബ്രേക്ക് ത്രൂയിലേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങൾ പോലും അറിയില്ല. ഐഡൻറ്റിഫൈ ദാറ്റ് ഗിഫ്റ്റ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഒരു 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 മിനിറ്റ്. യെസ്. സോ പ്ലീസ് ട്രൈ, പ്രാക്ടീസ് ചെയ്യുക. ഈ സിംഗിൾ പ്രാക്ടീസ് ലൈഫിന് ഒരുപാട് മാറ്റം ഉണ്ടാകും കേട്ടോ. ദെൻ ഞാൻ ഇനി പറയാൻ പോകുന്നത്, ഒരു പക്ഷേ നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിന് ട്രയാഡ് മോഡൽ. അപ്പം ഞാൻ പല കാര്യങ്ങളും എനിക്ക് ഭയങ്കര പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്, ഓർത്തിരിക്കാൻ പറ്റുന്നത് ഒരു മോഡൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും ഒരു ട്രയാഡ് മോഡലിൽ പ്രാക്ടീസ് ചെയ്യണം. ഇവിടെ ഇരിക്കുന്ന കോച്ചുമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാൻ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഈ മോഡൽ നല്ലതാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ മൈൻഡ്. ഫസ്റ്റ് ട്രയാഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ട്രയാങ്കിൾ മോഡലായിരിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ മൈൻഡ്, ദെൻ ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ സ്പീച്ച്, ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ ആക്ഷൻ. ഈ 3 രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയണം. അപ്പോൾ നമുക്കറിയാം, ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ മൈൻഡ് നമ്മൾ ചെയ്യുന്നതാണല്ലേ. ഒരു കാര്യം വരുമ്പോൾ എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ മൈൻഡ് നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും? ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ മൈൻഡ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും? നമ്മളെപ്പോഴും അത് ആ, നമ്മുടെ ഉള്ളിൽ തന്നെ എപ്പോഴും അത് താങ്ക്സ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, ഏത് കാര്യം കാണുമ്പോഴും ചെയ്യുമ്പോഴും എല്ലാം. അങ്ങനെയാണോ മാം? ഗുഡ്, ഗുഡ് സുനിത. ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ മൈൻഡ്, വെരി വെരി ഗുഡ്. ആ റെസ്പോൺസിന്, ഇനിഷ്യേഷന് താങ്ക് യു. ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ മൈൻഡ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പം മനസ്സ് കംപ്ലീറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് നിറഞ്ഞുകൊണ്ട് പറയണം. നമ്മൾ പറയാൻ വേണ്ടി പറയുന്നതും, ഇപ്പൊ നമ്മൾ മനസ്സിൽ എടുത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു കാര്യമാണല്ലോ, മനസ്സിൽ ഫീൽ ചെയ്തുകൊണ്ട്, മനസ്സ് അറിഞ്ഞുകൊണ്ട് സംസാരിക്കുന്നത്. സേ താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്, ജസ്റ്റ് താങ്ക് യു. പക്ഷെ നമ്മൾ താങ്ക് യു സോ മച്ച്. അപ്പം മനസ്സറിയണം, ശരീരം അറിയണം, ആത്മാവ് അറിയണം, സോൾ അറിയണം. മൈൻഡിലേക്ക് ആഴത്തിൽ ആദ്യം മനസ്സിൽ അത് വർക്ക് ചെയ്യണം. ഞാൻ ആ വ്യക്തിയോട്, ആ ഒരു ഇൻസിഡൻറ്റിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് സ്വസ്ഥമായി ഇരുന്ന് പറയണം. അത് മനസ്സിൽ ഞാൻ ഇൻറ്റൻഷൻ കൊടുത്തു കഴിഞ്ഞു. ആ ഇൻറ്റൻഷനിൽ ആദ്യം വർക്ക് ചെയ്യണം. എനിക്ക് ആ വ്യക്തിയോട് ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ, എനിക്കത് എക്സ്പ്രസ് ചെയ്തേ പറ്റുള്ളൂ. മൈൻഡിലായി. ദെൻ സ്പീച്ച്. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ വേർഡ്സിലുണ്ടാകണം, പവർഫുള്ളായിട്ട് പറയണം. വേർഡ്സിൽ, ആ പറയുന്ന വാക്കുകളിൽ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ആ പറയുന്ന നന്ദിയാണ് അവർക്ക്. ആ ഒരു ആ ഒരു വേർഡ്സ് നമ്മൾ സംസാരിക്കുമ്പം അവർക്കത് ഫീൽ, നമ്മൾ പറയുന്നത്, ആ പറയുന്ന ഓരോ അക്ഷരങ്ങളിലും ഗ്രാറ്റിറ്റ്യൂഡ് ഫില്ല് ചെയ്തിരിക്കണം. ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ ആക്ഷൻ, പ്രവൃത്തിയിലും. നന്ദിപൂർവ്വം പ്രവർത്തിക്കുക, ഹൃദയപൂർവ്വം പ്രവർത്തിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ ആക്ഷൻ, നമുക്കൊരാളൊരു കാര്യം ചെയ്തു, തിരിച്ച് നമ്മളൊരു പ്രവൃത്തിയിലൂടെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണം. വാക്കിലൂടെ എക്സ്പ്രസ് ചെയ്യാം, പ്രവൃത്തിയിലൂടെ എക്സ്പ്രസ് ചെയ്യണം. നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, അത് ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ ആക്ഷനാണ്. എനിക്ക് വേണ്ടി കുറേ നല്ല കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് നന്ദി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അവരാഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് ടൈം കൊടുക്കാം, വേറെ എന്തെങ്കിലും സപ്പോർട്ട് സിസ്റ്റം കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അവർ അവർക്ക് അവർ കാണുമ്പോൾ സന്തോഷം തോന്നുന്ന മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ എങ്കിൽ അത് കൊടുക്കാം.
എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാം, ഈവൻ ഒരു പൂ കൊടുക്കാം, അവർക്ക് സന്തോഷം. ഒരു പുസ്തകം കൊടുക്കാം. നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ഒരുപാട് പ്രാവശ്യം വായിച്ചൊരു ബുക്ക്, ഒത്തിരി പ്രാവശ്യം വായിച്ചു, നമുക്ക് നന്നായിട്ട് വായിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്, അവർക്ക് ആ വായിച്ച പുസ്തകം കൊണ്ടുപോയി കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അവർക്ക്, എനിക്ക് തോന്നുന്നു, അവർ പുതിയത് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷിക്കും നമ്മൾ വായിച്ച് നമ്മളെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകം ഒരാൾക്ക് കൊടുത്താൽ. അത് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം നമ്മുടെ കയ്യൊപ്പുള്ള, നമ്മുടെ ഇമോഷൻസ് ഉള്ള, നമ്മളുടെ വിസ്ഡം സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന പേജസ് ഉള്ളൊരു ബുക്ക് കൊണ്ട് കൊടുക്കുക, നമുക്ക് പ്രിയപ്പെട്ട ഒരു സാധനം. നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ആക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതാണ് ദ ബെസ്റ്റ് വേ. നമ്മൾ ഗിഫ്റ്റ്. മാം, യെസ്. എനിക്ക് അന്ന് നമ്മുടെ പ്രോഗ്രാമിന് വന്നപ്പോൾ സിന്ധുജ എനിക്ക് യു ക്യാൻ ഹീൽ യുവർ ലൈഫ് ആ ബുക്ക് എനിക്ക് തന്നിരുന്നു. അതിൽ മാം പറഞ്ഞ പോലെയൊക്കെ എഴുതിയിരുന്നു. ഞാൻ പെട്ടെന്ന് അതാ ഓർത്തത്. വെരി ഗുഡ്, വെരി ഗുഡ്. അത് ഭയങ്കരമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കണം സിന്ധുജയ്ക്ക്. കാരണം ഹീ ഞാനിപ്പോ ആ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് മാം. അത് തന്ന ഒരു ആ മൈൻഡ് ഉണ്ടല്ലോ, അത് ഞാൻ താങ്ക് യു സിന്ധുജ. സിന്ധുജ ഇതിനകത്ത് കയറിയിട്ടില്ല. പക്ഷേ ആ ഒരു മൈൻഡ് എനിക്കറിയാം. ഞാൻ ഈ യു ക്യാൻ ഹീൽ യുവർ ലൈഫ് ബുക്ക് പലർക്കും കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ആ കൊടുത്ത സമയത്ത് ഇൻറ്റൻഷൻ, ആ പുസ്തകം അത് വായിച്ച് അതിലൂടെ ഗോ ത്രൂ ചെയ്യുമ്പം ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. എനിക്ക് സ്വീഡനിലുള്ള ഒരു ലേഡി, എൻ്റെ ഒരു ഫ്രണ്ടാണ്. അവർക്ക് കുറേ ട്രോമ, ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ട്. അവരുടെ ഡിസ്ഫങ്ഷണൽ ഫാമിലി എന്നുള്ള ഒരു ലേഡിയായിരുന്നു. ആ ചൈൽഡ്ഹുഡ് ട്രോമ തന്നെ അവരുടെ ലൈഫിൽ, എൻ്റെ ലൈഫിലുണ്ട്. അവരുടെ മാരേജ് ലൈഫ് പ്രോബ്ലം ആയിരുന്നു. ഞാൻ ദുബായിൽ വെച്ചിട്ട് മീറ്റ് ചെയ്താണ്. അവർ കേരളത്തിലും കൊച്ചിയിലും ഒക്കെ വന്ന്, എൻ്റെ കൊച്ചിയിലെ വീട്ടിലൊക്കെ വന്നിട്ടുള്ളതാണ്. പുള്ളിക്കാരിക്ക് ഞാൻ ഒരു പ്രാവശ്യം, അവരെപ്പോൾ എന്നെ കണ്ടാലും എന്തെങ്കിലും ഗിഫ്റ്റ് തരാറുണ്ട്. എനിക്കിങ്ങനെ മാല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഞാനും ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട്, വാങ്ങിക്കൊടുക്കാം, അവർക്ക് ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാറുണ്ട്. നമ്മളെപ്പോൾ കണ്ടാലും എന്തെങ്കിലും സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് ചെയ്യാറുണ്ട്. ഒരു പ്രാവശ്യം അവർ വന്നപ്പോൾ ഞാൻ യു ക്യാൻ ഹീൽ യുവർ ബുക്ക്, വേറെ ഒരു ഗിഫ്റ്റിനോടൊപ്പം ഈ ബുക്കാണ് കൊടുത്തത്. അവരത്ര ഒരു പുസ്തകം വായിക്കുന്നൊരു ലേഡിയേ അല്ല. അവർ തിരിച്ച് ദുബായിൽ വന്നു. ഞാനത് കേരളത്തിൽ വെച്ചിട്ടാണ് കൊടുത്തത്. ദുബായിൽ വന്നിട്ട് അവർ തിരിച്ച് സ്വീഡനിലേക്ക്, അവർ ഫാദറുണ്ട്, ഫാദറിനെ കാണാൻ വേണ്ടി പോന്നു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് ഇട്ടിട്ട് പോയി. അതിനുശേഷം ഫാദറും മദറും സെപ്പറേറ്റഡ് ആണ്. അതിനുശേഷം ഒരു 4 മാസം കഴിഞ്ഞിട്ടുണ്ടാവും, അവരെനിക്ക് മെസ്സേജ് അയച്ചതാണ്, മൈ എൻറ്റയർ ലൈഫ് വാസ് ചേഞ്ച് റൈറ്റ് നൗ. ദ വൺ തിങ്, വൺ ബുക്ക് ചേഞ്ച്ഡ് മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ആ ബുക്ക് ഫോട്ടോ ഇട്ടിട്ട്, അച്ഛനും അമ്മയും ഒരുമിച്ച് വെക്കുന്ന, അവരൊരുമിച്ച് വെക്കുന്ന ഫോട്ടോ, അവരുടെ വീട്ടിലെ പെറ്റ് ഒരുമിച്ച് വെക്കുന്ന കുറേ ഫോട്ടോസ് ഇട്ടിട്ട് എന്നോട് പറഞ്ഞ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന് ഒരു പേജ് ഗ്രാറ്റിറ്റ്യൂഡാണ് എനിക്ക് അയച്ചത്. ലൈഫ് കംപ്ലീറ്റ് ഹീൽ ചെയ്യാൻ പറ്റി. ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മുറിവുകളും കൊണ്ട് നമ്മൾ ഓരോരുത്തരും നടക്കുന്നുണ്ടാവും. വെരി ഗുഡ്, എക്സലൻറ്റ്, സോ നൈസ്, താങ്ക് യു. അത് കിട്ടി, അത് സിന്ധുജ തന്നു എന്ന് സുനിത ഇവിടെ പറയുന്നതാണ് സുനിതയുടെ ഒരു മഹത്വം. പലരും, നമുക്കൊരു കാര്യം നമ്മൾക്ക് കിട്ടുമ്പോൾ നമ്മളത് പറയാറില്ല, അല്ലെങ്കിൽ ഒരാളുടെ ഒരു ഫേവർ, ഒരു വാക്കുകൊണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മളത് അങ്ങനെ പറയാറില്ല. അത് പറയണം. ആ ഒരു പറഞ്ഞത് ഗ്രാറ്റിറ്റ്യൂഡ് സ്പീച്ചാണ്. ആ ഒരു പറഞ്ഞത് ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡ് സ്പീച്ച്. അപ്പോൾ ഇത് നമ്മൾ പറയുമ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണത വരിക. വെരി ഗുഡ്. താങ്ക് യു മാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സുനിത. ഇറ്റ്സ് ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് ആക്ഷൻ. ദെൻ നെക്സ്റ്റ് പറയുന്നത്, ഞാനൊരു FBI അപ്രോച്ച് ടു ഗ്രേറ്റ്ഫുൾ മൈൻഡ്. FBI അപ്രോച്ച് ടു ഗ്രേറ്റ്ഫുൾ മൈൻഡ്. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് എങ്ങനെ ആയിരിക്കണം? FBI അപ്രോച്ച്. ഫസ്റ്റ് എഫ് എന്ന് പറയുന്നത് ഫോക്കസ്. ഫോക്കസ്. ഓക്കെ. എഫ് എന്ന് പറയുന്ന ഫോക്കസ്. അതായത് നമ്മളെപ്പോഴും നമ്മുടെ ഫോക്കസ് എപ്പോഴും നമ്മൾ പറയാം, അതായത് ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡുള്ള ഒരാളുടെ ഫോക്കസ് എപ്പോഴും ആ സോഴ്സിലായിരിക്കും. ഫോക്കസ് എപ്പോഴും സോഴ്സിലായിരിക്കും. ഞാൻ അതൊന്നുകൂടി പറയാൻ, അതായത് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടണമെങ്കിൽ ഒപ്ര വിൻഫ്രയുടെ സ്റ്റോറി എടുത്താൽ അറിയാം. ഒപ്ര വിൻഫ്രെ
ഓൾവേസ് സേസ് അബൌട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് സെൽഫ് ലവ്. അപ്പോൾ ഒപ്ര പറയുന്ന എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇരിക്കുന്ന ഒരു കാര്യമായിരുന്നു, ചൈൽഡ്ഹുഡ് ആയിരിക്കുമ്പോഴും അഡോളസൻസ് എത്തുമ്പോഴും ഐ ഓൾവേസ് ഫോക്കസ് ഓൺ സോഴ്സ്. എനിക്കറിയാം ആ സോഴ്സ് എനിക്കിതെല്ലാം കൊണ്ടുതരും. ആ സോഴ്സ് എനിക്കറിയാമായിരുന്നു, സോഴ്സ് എന്നെ എവിടെയെങ്കിലുമൊക്കെ എത്തിക്കുമെന്ന്. ആ സോഴ്സിലായിരുന്നു ഞാൻ കംപ്ലീറ്റ് ഫോക്കസ്. എൻ്റെ ചുറ്റും ആളുകൾ എന്നെ, ഞാൻ ഏറ്റവും വളണറബിൾ സിറ്റുവേഷനിൽ ജീവിച്ചപ്പോഴും ചുറ്റും ആളുകൾ എന്നെ ഷെയ്മിങ് ചെയ്തപ്പോഴും എന്നെ ഹേർട്ട് ചെയ്തപ്പോഴും പണിഷ് ചെയ്തപ്പോഴും ഞാൻ ഒരുപാട് പെയിൻ റിസീവ് ചെയ്തപ്പോഴും ഐ ജസ്റ്റ് ഫോക്കസ് ഓൺ സോഴ്സ്. ഒപ്പയുടെ സ്പീച്ച് നിങ്ങളെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ നമ്മുടെ ഫോക്കസ് എപ്പോഴും സോഴ്സിലായിരിക്കണം. ആ സോഴ്സിലാണെങ്കിൽ നമ്മൾ വലിയ കുറ്റം പറയാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവില്ല. സോഴ്സിൽ ഫോക്കസ് കൊടുക്കുന്നവർ എപ്പോഴും ഒരു സ്ട്രെങ്ത് അവിടെ നിന്ന് ലഭിക്കും. ആ ഒരു ഫെയ്ത്ത് ആൻഡ് സറണ്ടർ വേണം അവിടെ. ഫെയ്ത്ത് ആൻഡ് സറണ്ടർ, കംപ്ലീറ്റ് സറണ്ടർ ടു ദ സോഴ്സ്. അങ്ങനെ ആയിക്കഴിഞ്ഞാലുണ്ടല്ലോ ഏത് പെയിനും ഓവർകം ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് സറണ്ടർ, അവിടെ മാത്രം ഫോക്കസ് ചെയ്യുക. നമ്മൾ ഒരു വ്യക്തികളിലും ഫോക്കസ് ചെയ്യരുത്. നോബഡി കെയർസ് യു. നമുക്ക് കെയർ വേണം, ഹസ്ബൻഡ് വൈഫ് എല്ലാവർക്കും ഇതൊക്കെ വേണം. നമ്മൾ ഇത് അബണ്ടൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ എനിക്കിതെല്ലാം തികഞ്ഞു, ഓക്കെ, ഞാൻ ഓക്കെ ഫുൾഫിൽഡ് ആണ്, കുറച്ച് അവർക്ക് കൊടുക്കുക. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആർക്കും അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് പേർക്കൊക്കെ ഉള്ളൂ. അങ്ങനെയുള്ള ഒരാളോടാണ് നമ്മൾ ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആകുന്നതിനുള്ള പ്രശ്നം എന്താ? അവർക്കും ഇല്ല. അപ്പോൾ അവരുടെ ഇമോഷണലി ഉണ്ടാകുന്ന ഇഷ്യൂസ് കൂടെ നമ്മളിലേക്ക് വരും. അറിയാതെ നമ്മളിലേക്ക് ആ ഇമോഷണലി ആ ഒരു ഇമോഷൻസിലൂടെ നമ്മൾ പെട്ടുപോകും. സോഴ്സിലാണെങ്കിലാണ് ഒന്ന് ഓർത്ത് നോക്കൂ, അവിടെയല്ലേ എല്ലാം ഉള്ളത്. എന്തിനാണ് നമ്മൾ അടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ചോദിച്ചാൽ സ്കേഴ്സിറ്റിയിലുള്ള അല്ലെങ്കിൽ തികയാത്ത അല്ലെങ്കിൽ അപൂർണരായ വ്യക്തികളിൽ നമ്മൾ എന്തിനാണ് ഫോക്കസ് കൊടുക്കുന്നത്? ഫോക്കസ് ഓൺ സോഴ്സ്. സിമ്പിൾ, വെരി പവർഫുൾ. സറണ്ടർ അയക്കുക, ആ ഒരു കംപ്ലീറ്റ് ഫെയ്ത്ത് കൊടുക്കുക. രണ്ടാമത്തെ ബിലീഫ്. നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം എവറിത്തിങ് ഹാപ്പൻസ് ഫോർ മൈ ഗ്രോത്ത് എന്നൊരു വിശ്വാസത്തിൽ നിന്ന് എടുത്തു നോക്കിയാൽ ആ സോഴ്സിൽ നിന്നാണ് എനിക്കിത് വരുന്നത്. എൻ്റെ വളർച്ചയ്ക്കാണ്. എനിക്കൊരു ഹാർഡ്ഷിപ്പ് തരുന്നു, എനിക്കൊരു സ്റ്റക്ക് തരുന്നു, സമയമായിട്ടില്ല, അല്ലെങ്കിൽ റിയലൈസേഷന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ എനിക്കൊരു സ്റ്റക്ക് തരുന്നു, ഞാൻ കുറച്ചുകൂടെ ലേൺ ചെയ്യാനായിരിക്കാം. ഇതൊക്കെ എൻ്റെ ഗ്രോത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിച്ച് തുടങ്ങിയാൽ പിന്നെ പിക്ചർ മാറുകയാണ്. അപ്പോൾ നമ്മൾ ആ വിക്റ്റിം എനർജിയിലേക്ക് വി നോ ലോങ്ങർ ബി വിത്ത് ദ വിക്റ്റിം എനർജി. ബിലീവ് എവറിത്തിങ് ഫോർ അവർ ഗ്രോത്ത്. ഏത് പ്രോബ്ലം വന്നാലും ആ ബിയിൽ വിശ്വസിക്കുക. അത് കറക്റ്റ്. സോഴ്സിൽ ഫോക്കസ് ഉണ്ടെങ്കിൽ ബി ഈസ് ഈസി. നമ്മുടെ ഫോക്കസ് സോഴ്സിലല്ലാതിരിക്കുമ്പോഴാണ് വ്യക്തികളിലും ബാക്കിയുള്ള കാര്യങ്ങളിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലും ഫോക്കസ് പോകുമ്പോഴാണ് ബി വർക്കാകത്തില്ല. നെക്സ്റ്റ് ഐ. ഇന്റൻഷൻ. നമ്മളെ ഇന്റൻഷൻ എന്ന് പറയുമ്പോൾ, നമ്മൾ ഇന്റൻഷൻ ചെയ്യുമ്പം ഞാൻ ചെയ്യുന്നതെല്ലാം എല്ലാവർക്കും നന്മയുണ്ടാകണം, ആ ഒരു ഇന്റൻഷനാണ് വേണ്ടത്. ഇതിലൂടെ ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും കൂടി നന്മ ഉണ്ടാകണം എന്നുള്ളൊരു ഇന്റൻഷൻ. അതാണ് പ്യുവർ ഇന്റൻഷൻ എന്ന് പറയുന്നത്. ആ ഇന്റൻഷൻ ആണെങ്കിൽ പിന്നെ ഈസിയാണ് കാര്യങ്ങൾ. ഞാൻ ഈ ചെയ്യുന്ന കാര്യം മറ്റുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആകണം, മറ്റുള്ളവർക്കും കൂടി പ്രയോജനപ്പെടണം. അതാണ് ഇന്റൻഷൻ. ഞാനിപ്പോൾ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തിരുന്നാൽ, ഒരു ഷോപ്പാണ് എനിക്കുള്ളത് എന്ന് വിചാരിക്കുക. ഞാനത് ഓപ്പൺ ചെയ്യുമ്പോൾ
എനിക്ക് കാശുണ്ടാക്കൽ മാത്രമല്ല, നല്ല പ്രോഡക്റ്റ് ഇത് അത്യാവശ്യക്കാർക്ക് എനിക്ക് കൊടുക്കാൻ നന്നായിട്ട് എനിക്ക് കൊടുക്കാൻ കഴിയണേ. ഏറ്റവും നല്ല പ്രോഡക്റ്റ് അവർക്ക് കറക്റ്റ് സമയത്ത് യൂസ് ചെയ്യാൻ എനിക്ക് അവർക്ക് സെർവ് ചെയ്യാൻ കഴിയണം. ഈ ഒരു പ്രോസസ്സിനകത്തൊരു ഒരു ആം, ഒരു സ്പിരിച്വൽ ടച്ച് വരണം. ആ ഹ്യൂമാനിറ്റി അവർക്ക് ഞാൻ കൊടുക്കുക, അവർക്ക് നന്നായിട്ട് അവർക്ക് എത്തിക്കാം. അപ്പോൾ അത് നമ്മൾ വളരെ സൂക്ഷിച്ച് വെക്കുക. അത് മറ്റുള്ളവർക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. അവർക്ക് അത് എൻ്റെ പ്രോഡക്റ്റ് ഞാൻ ഈ കടയിൽ നിന്ന് കൊടുക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് അവർക്ക് അവരുടെ ലൈഫിൽ ഹാംഫുൾ ആകരുത്. കറക്റ്റ് അവർ തരുന്ന മണിക്കനുസരിച്ച് തൂക്കത്തിൽ എനിക്ക് നഷ്ടം വരാതെ, എന്നാൽ അവർക്കും നഷ്ടം വരാതെ ഒരു വിൻ വിൻ പോളിസി കൊടുത്തു നോക്കുക. ഇവിടെയാണ് ഇൻറ്റൻഷൻ, ഇതാണ് ഇൻറ്റൻഷൻ. ഏതൊരു ഏതൊരു പ്രോസസ്സിലും നമുക്ക് ഇൻറ്റൻഷൻ ഇങ്ങനെ സെറ്റ് ചെയ്യണം. ഒരു ഹോം മേക്കർ എങ്ങനെ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാം? ഒരു ഹോം മേക്കർ ഒരു വീട്ടമ്മയാണ്. അവർ നോർമലി ചെയ്യുന്നത് ഫുഡ് ഉണ്ടാക്കുകയാണ്. വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നു, ക്ലീൻ ചെയ്യുന്നു, ഡ്രസ്സ് വാഷപ്പ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഒരു ഹോം മേക്കറിൻ്റെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ജോലി. ലെസ് പെയ്ഡ്, നോ പെയ്ഡ് ജോബ്, ആരും അഡ്രസ്സ് ചെയ്യാത്തൊരു ജോബ്, ഏറ്റവും വലിയ ടാസ്ക് ഉള്ളൊരു ജോബാണത്. അവർ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്ത് മൈൻഡ്ഫുൾ ചെയ്യണമെങ്കിൽ അവർ ഭയങ്കര നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. എങ്ങനെ ഒരു ഹോം മേക്കറിന് ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാം? ഇവിടെ ഇരിക്കുന്ന കോച്ച്മാരാരെങ്കിലും ഒന്ന് പറയാമോ? ഒരു ഹോം മേക്കർ എങ്ങനെയാണ്? കാരണം നാളെ നമ്മുടെ ഫ്രണ്ടിലൊരു ഹോം മേക്കർ വരികയാണ്. നമ്മൾ അവിടുത്തെ പറയണം, നിങ്ങൾ FBI മോഡലിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താണ്? ഫോക്കസാണ്. നിങ്ങളെ സോഴ്സിൽ ഫോക്കസ് ചെയ്യണം. ബിലീഫ് ചെയ്യാണ്. നിങ്ങളുടെ ലൈഫിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിക്കണം. ഒരു പവർഫുൾ ഇൻറ്റൻഷൻ നിങ്ങൾ ഉണ്ടാക്കണം. അതെങ്ങനെയാണ് മാഡം അല്ലെങ്കിൽ സർ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുന്നത്? നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുക്കും? ക്യാമറയിൽ വരാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ക്യാമറയിൽ വരണ്ട, വോയിസിൽ പറഞ്ഞാൽ മതി. എങ്ങനെ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ജസ്റ്റ് ട്രൈ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മാം, മാം താങ്ക് യു പ്രിയ, പറയൂ. നമ്മള് ഒരു ഹോം മേക്കർ ആവുമ്പം നമ്മുടെ ഫോക്കസ് അല്ല എന്ത് പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഈ ജോലി ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ചെയ്യുന്നത്, അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന ഗുണങ്ങള് നമ്മളായിട്ട് അത് ചെയ്യുമ്പം അത് ഏറ്റവും പെർഫെക്ഷനില് വിത്ത് ലവ് എത്രത്തോളം അവരുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും, നമ്മൾ ഈവൻ പാത്രം കഴുകുന്നത് പോലും അല്ലെങ്കിൽ വാഷ് ചെയ്യുന്നത്, വീട് ക്ലീൻ ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ്, അതിലൂടെ അവർക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും നമുക്ക് മനസ്സിലാക്കി യാതൊരു ഇന്റൻഷൻ ആക്കി വിത്ത് ലവ് ചെയ്യുമ്പോൾ നമ്മൾ അത് സ്നേഹത്തോടെ ചെയ്യാൻ തുടങ്ങും. ഈവൻ നമ്മളുടെ വീട്ടില് ചട്ടിയിൽ വെക്കുന്ന ചെടികൾക്ക് ഇത് വളർന്ന് നല്ല പച്ചപ്പായി പൂക്കൾ തന്ന് ഞാനും എൻ്റെ കുടുംബവും എല്ലാവരും ചേർന്നിരുന്ന് ആസ്വദിക്കും, ഞങ്ങളുടെ ഇതിനെ ഇവിടം ശുദ്ധമാക്കും, അതിന്റെ ഒരു എനർജി ഉണ്ടാവും, മനോഹരം തരും എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ ചെയ്യാൻ പറ്റും. അതൊരു ജോലി ബേർഡൻ അല്ലാതെ നമ്മുടെ സ്നേഹവും നമ്മുടെ കുടുംബത്തിന്റെ ആ ഒരു പ്രോസ്പെറസും ഒക്കെ മനസ്സിൽ കണ്ടു ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു ഭാരമായിട്ട് തോന്നാതെ അത് സംതിങ് വി ആർ ഡൂയിങ് ഭയങ്കര ഗ്രേറ്റ് ആയിട്ട് ഫീൽ ചെയ്ത് നമുക്കത് ചെയ്യാൻ സാധിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു ഡോക്ടർ പ്രിയ. സൂപ്പർ. താങ്ക് യു. Super. This is the way a homemaker set the intention. ഇതിലൂടെ അവരുടെ ആരോഗ്യം, ശാരീരികാരോഗ്യം, മാനസികാരോഗ്യം, സന്തോഷം, അവരുടെ ഗ്രോത്ത്, കുട്ടികളുടെ ഗ്രോത്ത് ഒക്കെ വളർന്ന് അവർ വലുതായി അവർ ലോകത്തിന് ഏറ്റവും വലിയ നന്മ ചെയ്യാനുള്ള പ്രാപ്തരാക്കുന്ന ഒരു പ്രോസസ്സിലാണ് ഞാൻ. സമൂഹത്തിൽ ഒരുപാട് നന്മ കൊണ്ട് കൊടുക്കാനുള്ള, ഒരുപാട് പേരെ സ്നേഹിക്കാനുള്ള, ഒരുപാട് പേർക്ക് നന്മ ചെയ്യാനുള്ള, ഒത്തിരി ജീവിതങ്ങളെ സ്വാധീനിക്കാനുള്ള, ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കുട്ടികളെ വളർത്തുന്ന വലിയൊരു പ്രോസസ്സിൻ്റെ ഭാഗം എനിക്കാകാൻ പറ്റി. അങ്ങനെയാണ് ഞാൻ അവരെ വളർത്തുന്നത്. ഡെഫിനറ്റായിട്ട് ആ കുട്ടികൾ അങ്ങനെ തന്നെ ആകും. ആ ഒരു ഇൻറ്റൻഷനിലാണ് നമ്മൾ കുട്ടികളെ, നമ്മുടെ മൈൻഡിൽ ആ ഇൻറ്റൻഷൻ ആണെങ്കിൽ നമ്മൾ സ്നേഹം കൊടുക്കുമ്പോൾ ഇവർ ഒരുപാട് സ്നേഹം സമൂഹത്തിന് കൊടുക്കുന്ന, നമ്മൾ ഇൻറ്റഗ്രിറ്റി പഠിപ്പിക്കുമ്പോൾ പേഴ്സണൽ ഇൻറ്റഗ്രിറ്റി കൊണ്ട് മറ്റുള്ളവരുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന,
അവർ എമ്പതിയും ലവും കമ്പാഷനും പഠിപ്പിക്കുമ്പം ഈ കമ്പാഷൻ ലോകത്തിന് കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് അവരെ മാറ്റുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഇൻറ്റൻഷൻ. സോ നൈസ്. ഇങ്ങനെയാണ് നമ്മളൊരു വീട്ടമ്മ ഇൻറ്റൻഷനലി വർക്ക് ചെയ്യുന്നത്. അത്രയും ഡീപ്പർ ലെവലിൽ നമ്മൾ പോകാൻ പറ്റിയാൽ പിന്നെ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഒരു ജീവിതമായി മാറും. ഇതാണ് നമ്മളൊരു ഹോം മേക്കറിനെ പഠിപ്പിച്ചു വിടുന്നത്. ഇനി ഒരു ഡോക്ടറാണ് വരുന്നതെങ്കിൽ ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ട്. ഡോക്ടറാണ് നമ്മുടെ മുന്നിൽ വരുന്നൊരു പേഷ്യൻറ്റിന് അവരുടെ ഈ പ്രശ്നം ഭംഗിയായിട്ട് അവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ അവരെ സൊല്യൂഷൻ കൊടുത്ത് ഹീൽ ചെയ്ത് കൊടുത്ത് ഹീൽ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സന്തോഷം, അല്ലെങ്കിൽ അവരുടെ ഓക്കെയായി, അവർ നോർമലായി, അവർക്ക് ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്തുകൊണ്ട് അവർക്ക് എൻ്റയർ ഹ്യൂമാനിറ്റിക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ അവർക്ക് കഴിയണം. ആ ഒരു ഇൻറ്റൻഷൻ നമ്മൾ നെക്സ്റ്റ് ലെയറിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. യൂണിവേഴ്സ് ഓൾവേസ് ലുക്കിംഗ് ഇൻ ടു അവർ ഇൻറ്റൻഷൻ. ഇത്രയും ഡീപ്പർ ലെവൽ ഇൻറ്റൻഷനാണ് നമുക്കുള്ളതെങ്കിൽ ഹൗ ക്യാൻ യൂണിവേഴ്സ് സൈലൻറ്റ് വിത്ത് അസ്? ഒരിക്കലും സൈലൻ്റ് ആകും. ഞാനൊരു കോച്ചിങ് എടുക്കുമ്പോൾ ഞാൻ എൻ്റെ ലൈഫ് കോച്ചിങ് സ്റ്റുഡൻസിനോട് പഠിപ്പിച്ചു കൊടുക്കുമ്പം എൻ്റെ ഇൻറ്റൻഷൻ ഇവരിതിലൂടെ പഠിച്ച് ഇവരെൻ്റെ വേൾഡിൽ ഇവർക്ക് എത്രത്തോളം ക്ലയൻസിന് എത്രത്തോളം ആളുകളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യാൻ പറ്റും, അവരിലൂടെ അവരുടെ ഫാമിലി സമൂഹത്തെ എങ്ങനെ നന്മയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചെയിൻ ആ ഒരു ഖുശ്ബു ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ആ ഒരു ഇൻറ്റൻഷൻ അത്രയും ഡെപ്തിലേക്ക് നമുക്ക് ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാൻ കഴിയണം. ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന അഖിലയുണ്ട്, സുനിതയുണ്ട്, ലക്ഷ്മിയുണ്ട്, ഡോക്ടർ പ്രിയയുണ്ട്. അവർ കോച്ചുമാരായി കഴിഞ്ഞവരാണ്. ഇവരൊരുപാട് പേരെ കോച്ചിങ് കൊടുക്കും. ആ കോച്ചിങ്ങിലൂടെ അവരുടെ ഫാമിലി മാത്രമല്ല, അവർ കണക്ട് ചെയ്യുന്ന ആളുകളെയൊക്കെയും, ആ കോച്ചിങ് എടുക്കുന്ന ആളുകൾ, അവരുടെ കുടുംബം, അവരുടെ നൈബേഴ്സ്, അവർ കണക്ഷനിലുള്ള എല്ലാ ആൾക്കാരിലും അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. ഒരാൾ ചേഞ്ച് ആയാൽ എത്ര പേരാണെന്നറിയാം. ഒരു സമൂഹം, ഒരു രാജ്യം തന്നെ ചേഞ്ച് ആവും എന്ന് പറയുന്നത് അങ്ങനെയാണ്. ആ ലെവലിലേക്ക് ആ ഒരു ഇൻറ്റൻഷൻ നമ്മളിൽ ഓരോരുത്തരിലേക്കും ഉണ്ടാകണം. അതാണ് FBI. വെരി പവർഫുൾ. ഒരിക്കലും ഇതൊരു ഒരു ഫോർമുല എന്നൊരു രീതിയിൽ മാത്രം കാണരുത്. FBI. ക്ലിയർ? ഗുഡ്. ദെൻ നെക്സ്റ്റ്, യെസ്, ഗ്രാറ്റിറ്റ്യൂഡ് സ്പീച്ച്. അത് കുറച്ച് കൂടുതൽ സമയം വേണം. അത് ഞാൻ വേറൊരു അവസരത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് സ്പീച്ച് എങ്ങനെയാണെന്നെ ഇത് പറയാം. പക്ഷേ എന്നാലും ഞാനത് എങ്ങനെയാണ്, അതിന് 4 steps ആണുള്ളത്. 1 അറ്റൻഷൻ, 2 അപ്രീസിയേഷൻ, 3 അപ്രൂവൽ, 4 അഡ്മിറേഷൻ. ഈ 4 കാര്യങ്ങളും ഗ്രാറ്റിറ്റ്യൂഡ് സ്പീച്ചിലുണ്ടായിരിക്കണം. അറ്റൻഷൻ, നമ്മൾ പറയുന്ന ഒരു വ്യക്തിയോട് അറ്റൻറ്റീവായിട്ട് പറയണം. ആ ഒരു മൊമെൻ്റ് ആ വ്യക്തിക്ക് കൊടുക്കുക. നിങ്ങളുടെ ലൈഫിൻ്റെ ആ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആ വ്യക്തിക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ മാത്രം ആ വ്യക്തിയോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഫുൾ അറ്റൻഷൻ, കണ്ണുകളിലേക്കൊക്കെ നോക്കി, മുഖത്ത് നോക്കി, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, ആ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുമ്പോൾ നമ്മളുടെ ബോഡിയിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഒരു എനർജി അവരിലേക്ക്, ആ ഒരു റേഡിയേഷൻ, ആ ഫ്രീക്വൻസി അവരുടെ ഹൃദയത്തിലേക്ക് കണക്ട് ചെയ്യാനുള്ള ടൈം അലോ ചെയ്തു. ദാറ്റ് ഈസ് അറ്റൻഷൻ. അപ്രീസിയേഷൻ, അപ്രീഷിയേറ്റ് ദാറ്റ് ആക്ഷൻ. അവർ ചെയ്ത ഒരു പ്രവൃത്തിക്ക്, അല്ലെങ്കിൽ അവരുടെ ഒരു വാക്കിന്, അല്ലെങ്കിൽ അവർ നമുക്ക് തന്നൊരു ഫീലിങ്ങിനാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്. അതിന് നമ്മൾ ആദ്യം ഉള്ളിൽ അപ്രീഷിയേറ്റ് ചെയ്യണം. ഇതെനിക്ക് കിട്ടിയിട്ടാണല്ലോ, ഇതുവരെ എനിക്ക് ചെയ്തിട്ടാണല്ലോ. നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡ്, ഞാൻ എൻ്റെ ഓരോ കോഴ്സുകൾ കഴിയുമ്പോൾ എൻ്റെ സ്റ്റുഡൻസിനോട് ഞാൻ ചോദിക്കാറുണ്ട്, എന്താണ് നിങ്ങൾക്ക് തോന്നിയത്, അതൊന്ന് പറയാൻ പറയും. ഞാൻ ഒരിക്കലും അവരോട് നിങ്ങളിങ്ങനെ, എൻ്റെ സ്റ്റുഡൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ ഒരിക്കൽ പോലും ഞാൻ ആരോടും നിങ്ങളിങ്ങനെ പറയണോ അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്തത് അത് മാത്രം പറയുക. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയത് മാത്രം പറയുക. അവർ വളരെ നല്ല, എല്ലാവരും തന്നെ ഇതുവരെയുള്ള എല്ലാ ബാച്ചിലും അവരുടെ എക്സ്പീരിയൻസ് പലപ്പോഴും എൻ്റെ മനസ്സിനെയും ഹൃദയത്തെയും കണ്ണുകളെയും നനയിപ്പിച്ചിട്ടുള്ള ടെസ്റ്റിമോണിയൽസ്, അതാണ് അവർ പറഞ്ഞിട്ടുള്ളത്.
ഇത് ഞാൻ റിസീവ് ചെയ്യുന്ന ഈ പറയുന്ന രീതിയിലാണ്. ഞാൻ ഓരോ ഇവർക്ക് തരുന്ന നോട്ടും പേഴ്സണലി എനിക്ക് അയക്കുന്ന ഒരുപാട് നോട്ടുകൾ പേഴ്സണലി എനിക്ക് വരാറുണ്ട്. ഓരോ സെഷൻ കഴിയുമ്പോഴും പേഴ്സണലി നോട്ട്സ് വരാറുണ്ട്, വോയിസ് വരാറുണ്ട്, ഇതെനിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞ് വരാറുണ്ട്. ഇത് ഞാൻ ഈ ഒരു രീതിയിലാണ് ഞാൻ റിസീവ് ചെയ്യുന്നത്. ഞാൻ കംപ്ലീറ്റ് അറ്റൻഷൻ, ഞാൻ ഒരു കാര്യം അത് കേൾക്കുന്ന സമയത്ത് കംപ്ലീറ്റ് അറ്റൻഷൻ ഞാൻ അവിടെ കൊടുക്കും. ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും. ഞാൻ ഉള്ളിൽ അത് അത്രയും എടുക്കും. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അപ്രൂവലാണ്. നമ്മൾ ആ കൊടുക്കുന്നത് നമ്മൾ 100% അപ്രൂവ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. കുറച്ച് പിടിച്ചു വെച്ചിട്ടൊന്നും നമ്മൾ കൊടുക്കാറില്ല. ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ ഫുള്ളി പറയാൻ നമുക്ക് കഴിയണം. നന്നായിട്ട് നമുക്ക് പറയാൻ കഴിയണം. ഫുള്ളായിട്ട് നമുക്ക് പറയാൻ കഴിയണം. അത് കംപ്ലീറ്റ് നമ്മൾ കൊടുക്കാൻ കഴിയണം. ഒരെണ്ണം പിടിച്ചു വെക്കരുത്. ഫുള്ളായിട്ട് തന്നെ പറയണം. നമ്മൾ മനസ്സ് നിറഞ്ഞ് ട്രാൻസെൻഡൻസ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വേർഡാണ് ട്രാൻസെൻഡൻസ്. ഞാൻ നേരത്തെ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രാൻസെൻഡൻസ്. നിറഞ്ഞ് ഒഴുകുക, കവിഞ്ഞ് നിറഞ്ഞ് ഫ്ലഡ് ഒഴുകുക എന്നുള്ളതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുമ്പോൾ ട്രാൻസെൻഡൻസ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മൈൻഡ് വരണം. ദെൻ അഡ്മിറേഷൻ, അഡ്മയർ ചെയ്യണം. നല്ല വാക്കുകൾ തന്നെ പറയണം. നല്ല വാക്കുകൾ. നമ്മൾ ഒരാളുടെ ഹൃദയത്തിലേക്ക് കടക്കാനുള്ള 2 വഴികളിൽ ഒരു വഴി നമ്മൾ ലിസൺ ചെയ്യലാണ്. ആ വ്യക്തിയെ ശ്രദ്ധിക്കലാണ്, അവർക്ക് സമയം കൊടുക്കലാണ്. അവരെ ലിസൺ ചെയ്യുക, അവർ പറയുന്ന കാര്യം കേൾക്കാന്ന് വെച്ചാൽ അവർക്ക് സമയം കൊടുക്കലാണ്. 2, അഡ്മിറേഷൻ, നല്ല വാക്കുകൾ കൊണ്ട് നല്ല വാക്കുകൾ ഉപയോഗിക്കുക. നല്ല വാക്കുകൾ ഉപയോഗിക്കുക. ഒരു പക്ഷെ ഒരു പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നല്ല വാക്ക് ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബന്ധം വർഷങ്ങളോളം, ഒരു പക്ഷേ നമ്മുടെ അവസാന കാലം വരെ ആ ബന്ധം നിലനിൽക്കും. നിങ്ങൾ ഇനി പരീക്ഷിച്ച് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളിനി ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോഴൊക്കെ ഈ 4A അപ്രോച്ച് പ്രാക്ടീസ് ചെയ്യണം. 4A അപ്രോച്ച് ഞാനിപ്പോൾ പറഞ്ഞത് അറ്റൻഷൻ, അപ്രീസിയേഷൻ, അപ്രൂവൽ ആൻഡ് അഡ്മിറേഷൻ. എന്നിട്ട് FBI മെത്തേഡിൽ നമ്മൾ പറയണം. FBI മെത്തേഡിൽ നമ്മൾ പറയണം. പറയുമ്പോൾ ഡെഫിനറ്റായിട്ട് അവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അപ്പുറത്ത് നിൽക്കുന്ന ആൾ നമ്മുടെ എനർജിയുമായിട്ട് മാച്ച് ആവുന്ന ആളാണ്. ഇത് കംപ്ലീറ്റ് റിസീവ് ചെയ്യാനുള്ള ഡിസർവബിലിറ്റി ഉള്ള ആളാണ്. അത് റിസപ്റ്റീവ്നെസ് ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻ അവിടെ ഉണ്ടാവും. മനോഹരമായിട്ടുള്ള ഒരു അൺകണ്ടീഷണൽ റിലേഷൻ അവിടെ ഉണ്ടാകും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു പക്ഷെ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ആയിരിക്കും. പറയട്ടെ? യെസ്, യെസ് മാം. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് പറയണം കേട്ടോ. 1, റിവേഴ്സ് ബക്കറ്റ് ലിസ്റ്റ്. കേട്ടിട്ടുണ്ടോ? നോ ചാൻസ്. റിവേഴ്സ് ബക്കറ്റ് ലിസ്റ്റ്. നമ്മൾ സാധാരണ ബക്കറ്റ് ലിസ്റ്റ് എഴുതുന്നത് എങ്ങനെയാ? എൻ്റെ ജീവിതത്തിലെ തസ്ലീന കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. വെരി നൈസ്, സോ പ്രൗഡ് ഓഫ് യു തസ്ലീന. അടിപൊളി. നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എഴുതുന്നതാണ് ബക്കറ്റ് ലിസ്റ്റ്. റിവേഴ്സ് ബക്കറ്റ് ലിസ്റ്റ് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു കൊടുക്കാമോ തസ്ലീന? ഞാൻ കേട്ടത് ഇങ്ങനെയാണ് മാം. നമ്മള് ഓരോ ആഗ്രഹങ്ങള് നമ്മള് ഒരു ബുക്കിൽ എഴുതി വെക്കുക. അതൊരു കോളം വരച്ചിട്ട് ഒരു ബോക്സ് പെട്ടി മാതിരി വരച്ചിട്ട് അതില് നമ്മൾ ഓരോന്ന് നടന്നു കഴിഞ്ഞാൽ അത് ടിക്ക് ഇടുക. നമുക്ക് തീവ്രമായിട്ടുള്ള ആഗ്രഹങ്ങൾ എഴുതി വെക്കുക. ഓക്കെ ഓക്കെ, ഇത് ഗുഡ്, വെരി ഗുഡ് തസ്ലീന. ദാറ്റ് ഈസ് ഗുഡ്. ഇതല്ല. റിവേഴ്സ് ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ബക്കറ്റ് ലിസ്റ്റ് ആണ്. അതായത് നമ്മൾ കാര്യങ്ങൾ എഴുതി വെക്കുക, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക, എന്നിട്ട് നമ്മൾ ജസ്റ്റ് എഴുതി വെക്കുക, ദെൻ ഡിറ്റാച്ച് ചെയ്യുക. പിന്നെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അതിശയിപ്പിക്കുന്ന രീതിയിൽ ഞാൻ എൻ്റെ ബക്കറ്റ് ലിസ്റ്റുകൾ എടുക്കുമ്പോൾ എല്ലാ വർഷവും എഴുതിയിട്ട് ഞാൻ അടുത്ത വർഷം നവംബർ ഡിസംബർ ആകുമ്പോഴായിരിക്കും അത് എടുക്കാറ്. എനിക്ക് ഒരു 99% കാര്യങ്ങളും നടന്നിട്ടുണ്ടാവും. 99 കാര്യങ്ങളും നടന്നിട്ടുണ്ടാകും. ചിലപ്പോൾ 1 2 മാത്രമായിരിക്കും ബാക്കി നിൽക്കുന്നത്. റിവേഴ്സ് ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്
തിരിഞ്ഞു നോക്കുക. നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് ഇതുവരെ നേടിയിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കാതെ പോയ കുറേയധികം അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാവും. നമ്മുടെ നേട്ടങ്ങൾ ഒരു പട്ടിക തയ്യാറാക്കുക, ഒരു ബക്കറ്റ് ലിസ്റ്റ്, ഒരു 100 എണ്ണം ഒന്ന് എഴുതി നോക്കണം. നമുക്ക് കിട്ടിയിട്ടുള്ള ലൈഫിൽ ഇന്ന് വരെ കിട്ടിയിട്ടുള്ള 100 അനുഗ്രഹങ്ങൾ ഒന്ന് എഴുതി നോക്കുക, റിവേഴ്സ് ബക്കറ്റ് ലിസ്റ്റ്. അത് എഴുതിയിട്ട് ഓരോന്നിനും ഫീൽ ചെയ്തൊന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു നോക്കൂ. ഈ ഒരൊറ്റ എക്സസൈസ് നിങ്ങൾ ഡീപ്പർ ലെവലിൽ ടൈം എടുത്ത് ചെയ്തൊരു 1 വീക്ക് എടുത്ത് നിങ്ങളത് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് മിറാക്കിൾ വിൽ ഹാപ്പൻ. ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അടുത്ത ഉബണ്ടു അവറിൽ നിങ്ങൾ പറയണം. നെക്സ്റ്റ് ഉബണ്ടു അവറിൽ. കഴിഞ്ഞ ഉബണ്ടു അവറിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ടൈം ഉണ്ട്, ഞാൻ ചോദിക്കാം. ഇനി ഒരു പ്രാക്ടീസ് കൂടെ പറയട്ടെ. യെസ് മാം. അടുത്തത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഗ്രാറ്റിറ്റ്യൂഡ് പിക്ചർ. നമ്മൾ നമ്മുടെ റൂമിൽ, ബെഡ്റൂമിൽ അല്ലെങ്കിൽ കിച്ചണിൽ ഒക്കെ ഉള്ള മൊബൈൽ എടുത്തുകൊണ്ട് പോയിട്ട് 1-2 ഫോട്ടോസ് എടുക്കുക. സാധനം റൂമിൻ്റെ ഭിത്തിയല്ല, വോളല്ല, നമ്മുടെ റൂമിലിരിക്കുന്ന സാധനങ്ങളുടെ ഫോട്ടോ എടുക്കുക. എന്നിട്ട് ഓരോ സാധനങ്ങളും നമ്മൾ സൂം ചെയ്ത് നോക്കുക. ഒരു ചെറിയ ചെറിയ സാധനങ്ങൾ സൂം ചെയ്ത് നോക്കുക. നമ്മൾ അത്ഭുതപ്പെടുക. ആ ഓരോ കാര്യങ്ങൾക്ക്, ആ സൂം ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. പക്ഷെ നമ്മുടെ മൈൻഡിൽ നിന്ന് വിട്ടുപോയ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും എടുത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാൻ സാധ്യത ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും നമ്മളവിടെ ഇതിനകത്തുണ്ടാകുക. ഗ്രാറ്റിറ്റ്യൂഡ് പിക്ചർ. ഓക്കെ, മതിയോ? ഇനഫ്? ഇനി വേണോ? ആരും പറയുന്നില്ല. ഇനി ഒരു പ്രാക്ടീസ് കൂടെ പറയാൻ ഞാൻ തയ്യാറായിരുന്നു. വേണോ? വേണം മാം. വേണം മാം, വേണം വേണം. ചോദിക്കണം ആ നമ്മൾ. വേണം വേണം. പലപ്പോഴും നമ്മള് പ്രപഞ്ചത്തിനോടും സോഴ്സിനോടും ചോദിക്കണം. ചോദിക്കാത്തത് കൊണ്ടാണ് ചിലപ്പോഴൊക്കെ കിട്ടാതെ പോകുന്നത്. സെൻസറി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. അറ്റ് എ ടൈം 5 സെൻസിനും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. സെൻസറി ഒരേ സമയം നമ്മൾ 5 സെൻസിനെ എടുക്കുക. കാണാൻ പറ്റുന്നു, കേൾക്കാൻ പറ്റുന്നു. ഒരു കാര്യത്തിൽ നമ്മളിപ്പോൾ കേൾക്കുന്നു, കാണുന്നു, ഫീൽ ചെയ്യുന്നു, ടേസ്റ്റ് ചെയ്യുന്നു, സ്മെല്ല് ചെയ്യുന്നു. ഈ 5 സെൻസിനും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. അത് അറ്റ് എ ടൈം കൊടുക്കണം. അറ്റ് എ ടൈം. ഓക്കെ, അറ്റ് എ ടൈം 5 സെൻസിന് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ കറൻസിയാണ്. അത് എത്രമാത്രം സർക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം സർക്കുലേറ്റ് ചെയ്യണം. ഗ്രാറ്റിറ്റ്യൂഡ് കൂടുതൽ സർക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി കൂടുതൽ റിച്ചായി മാറും. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യും. നമ്മളെ മിറർ ന്യൂറോൺസ്, ബ്രെയിനിലെ മിറർ ന്യൂറോൺസ് ഇതെല്ലാം ഇതിനെല്ലാം ലൈറ്റപ്പ് ചെയ്യും. മിറർ ന്യൂറോൺസ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് കാണുന്നത് ഇങ്ങനെയാണ്. ദേ ഫീൽ സീൻ, വാല്യൂഡ് ആൻഡ് ഗിവ് ബാക്ക്. ഓ, ഇത് ഇത്രയും സംഭവിച്ചു, ഇത് ഇത്രയും സംഭവിച്ചു, ഇത്രയും സംഭവിച്ചു. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ കറൻസിയാണ്. നമ്മൾ ഒരു കുതിര, ഒരു ഫാർമറിന്റെ സ്റ്റോറി നിങ്ങളുടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് ഒരു ഫാർമർ, ഒരു സാധാരണ ഒരു കർഷകൻ, സാധാരണ ഒരു ദരിദ്രനായ ഒരു കർഷകൻ, അദ്ദേഹത്തിൻ്റെ ഒരു കുതിര ഉണ്ടായിരുന്നു. അയാൾക്ക് ആകെപ്പാടെയുള്ള ഒരു വെഹിക്കിൾ കുതിരയാണ്. അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റ് എല്ലാം
മാർക്കറ്റിൽ കൊണ്ട് വെക്കുന്നതൊക്കെ ഇത് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഒരു ദിവസം ഈ കുതിര അങ്ങ് ഓടിപ്പോയി. അപ്പോൾ നൈബേഴ്സൊക്കെ പറഞ്ഞു, ഓ എന്തൊരു ഭാഗ്യദോഷമാണ്, ആകെപ്പാടെ ഉണ്ടായിരുന്ന ഒരു കുതിരയാണ്, അത് പോയല്ലോ. അപ്പോൾ ഫാർമർ പറഞ്ഞു മേ ബി ആയിരിക്കാം. അടുത്ത ദിവസം നോക്കുമ്പം ഈ കുതിര പോയിട്ട് 2 കുതിരകളുമായിട്ട് തിരിച്ചു വരുന്നു. കാട്ടിൽ പോയിട്ട് 2 കാട്ടുകുതിരകളുമായിട്ട് തിരിച്ചു വരുന്നു, വൈൽഡ് ഹോഴ്സുമായിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ പ്രദേശവാസികൾ ഓ എന്തൊരു ഭാഗ്യവാനാണ് ഈ കർഷകൻ, ഭയങ്കര മുതലാക്കല്ലേ, ഭാഗ്യമല്ലേ. അപ്പോഴും പ്ലീസ് മ്യൂട്ട്, മേ ബി ആയിരിക്കാം. അപ്പോഴും ഫാർമർ അങ്ങനെ പറഞ്ഞുള്ളൂ. ദെൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഈ ഫാർമറിൻ്റെ മകൻ, കർഷകൻ്റെ മകൻ ഒരു കുതിരപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണു. അങ്ങനെ ലെഗ് ബ്രേക്കായി, കാലൊടിഞ്ഞു. അപ്പോഴും ഈ ആളുകളെല്ലാം വന്നിട്ട് പറഞ്ഞു, ഓ 3 കുതിരയൊക്കെ കെട്ടി ഭയങ്കര ലക്കിയായിട്ട് ഇങ്ങനെ പോകുമായിരുന്നു, ഇപ്പതാ കഷ്ടാലം വീണ്ടും തുടങ്ങി, ബാഡ് ലക്ക്. അപ്പോഴും ഫാർമർ പറഞ്ഞു മേ ബി ആയിരിക്കാം. ആ സമയത്താണ് നാട്ടിലൊരു വലിയ യുദ്ധം നടക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ചെറുപ്പക്കാരെല്ലാം, യങ്സ്റ്റേഴ്സ്, പയ്യന്മാരെല്ലാം നിർബന്ധം പിടിച്ച് ആർമിയിലേക്ക് കൊണ്ടുപോകണം, ബാറ്റിൽ ഫീൽഡിലേക്ക് ഇറക്കണം. അതിനുവേണ്ടി പട്ടാളം വന്ന് എല്ലാ വീട്ടിൽ നിന്നും ആൺകുട്ടികളെ കൊണ്ടുപോവുകയാണ്, ചെറുപ്പക്കാരായ ആൺകുട്ടികൾ. കൊണ്ടുപോകുന്ന സമയത്ത് ഈ പയ്യൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇവൻ വീണ് കാലൊടിഞ്ഞു കിടക്കുന്നു. ആ ഒറ്റ കാരണം കൊണ്ട് ഈ പയ്യനെ പട്ടാളക്കാർ പിടിച്ചുകൊണ്ടുപോയാൽ തിരിച്ചു കൊണ്ടുവരുമെന്ന് ഒരു പ്രതീക്ഷയില്ല. അപ്പം ഈ പയ്യൻ അതുകൊണ്ട് കൊണ്ടുപോയില്ല, രക്ഷപ്പെട്ടു. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാരണം, ലൈഫ് എന്ന് പറയുന്നത് ലൈഫിൽ ഇവൻറ്റ്സ് ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ ഗുഡ് ലക്ക് ആണെങ്കിലും ബാഡ് ലക്ക് ആണെങ്കിലും അത് നമുക്ക് ചിലപ്പോൾ അത് ഗുഡാകാം, ബാഡാകാം, അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും, ഓരോ ബാഡ് ലക്കും. ബട്ട് ബിലീഫ്, ഓരോ ബാഡ് ലക്ക് വരുമ്പോഴും എവിടെയൊക്കെയോ നമ്മൾ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ നേരത്തെ, ആദ്യം ഒരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞില്ലേ, ആ ചോദ്യം നമുക്ക് ചോദിക്കാൻ കഴിഞ്ഞാൽ, ആ ചോദ്യം എന്താണ് ഈ ഒരു പ്രശ്നത്തിൽ എനിക്ക് വേണ്ടി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഗിഫ്റ്റ് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് ആ ഗിഫ്റ്റിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തുടങ്ങിയാൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റും. ഒരു ബ്രേക്ക് ത്രൂയിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. തീർച്ചയായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈസ് ദ ലാംഗ്വേജ് ഓഫ് റിസീവർഷിപ്പ്. നമ്മുടെ റിസീവർഷിപ്പിൻ്റെ ഭാഷയാണ് ഗ്രാറ്റിറ്റ്യൂഡ്. കണ്ടീഷണൽ ഗ്രാറ്റിറ്റ്യൂഡ് വെയിറ്റ് ചെയ്യും, താമസം എടുക്കും. അൺകണ്ടീഷണൽ ഗ്രാറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യും, ആ മൊമെൻറ്റിൽ തന്നെ ക്രിയേറ്റ് ചെയ്യും, ഉടനെ തന്നെ റിസൾട്ട് കിട്ടും. അൺകണ്ടീഷണൽ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് നമ്മുടെ ഇവൻറ്റ്സിനെ ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. ഗ്രാറ്റിറ്റ്യൂഡ് ഡസൻ ചേഞ്ച് ദ ഇവൻറ്റ്സ്, ബട്ട് ഇറ്റ്സ് ചേഞ്ച് ദ വൺ എക്സ്പീരിയൻസിങ് ദം. ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരാൾക്ക്, ഇപ്പം ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണ് എത്രയോ വർഷങ്ങളായി. പക്ഷെ എൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള ഇവൻറ്റുകൾ എനിക്കൊരിക്കലും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞതുകൊണ്ട് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതി, ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ട് ഞാൻ അതിനെ ഹീൽ ചെയ്ത രീതി എനിക്ക് ഡിഫറെൻ്റാണ്. അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതി, ഓവർകം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിൽ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതി, ആ ചേഞ്ചസ്, ആ മാറ്റത്തെ തന്നെ, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ ഞാൻ എങ്ങനെ ഉൾക്കൊള്ളുന്നു. ബ്ലെസ്സിങ്സ് ആർ നോട്ട് ജസ്റ്റ് ടു ബി കൗണ്ടഡ്, ദേ ആർ ടു ബി മൾട്ടിപ്ലൈഡ് ത്രൂ ഷെയറിങ്. ഗ്രാറ്റിറ്റ്യൂഡിലൂടെ അത് എക്സ്പീരിയൻസ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് അത് ഷെയറിങ് ടു ദ യൂണിവേഴ്സ് ആണേ. സോ ഗ്രാറ്റിറ്റ്യൂഡ് ഭംഗിയായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമ്മളിന്ന് പഠിച്ചത് കെയർ, CARE, കെയർ. ദെൻ പിന്നെ പഠിച്ച എന്തായിരുന്നു? ഗ്രാറ്റിറ്റ്യൂഡ്, ട്രയാഡ് പഠിച്ചു. FBI പഠിച്ചു. പഠിച്ചു. FBI ദെൻ 4 A's പഠിച്ചു. ദെൻ പിന്നെന്താ റിവേഴ്സ് അതെ, Reverse bucket list. പ്രാക്ടീസ് ചെയ്യുക. Gratitude practice. Gratitude picture. വെരി ഗുഡ്. Sensory gratitude practice. ഗ്രാറ്റിറ്റ്യൂഡ്. യെസ്,
ഇന്ന് നിങ്ങൾക്ക് ഹൗ ഡു യു ഫീൽ റൈറ്റ് നോ? ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്ത് ഫീലിംഗ് ആണ് ഇപ്പം മൈൻഡിലുള്ളതെന്ന് ഒന്ന് ഇടാമോ ചാറ്റ് ബോക്സിൽ? നിങ്ങൾക്ക് 1 വേർഡ് ഇട്ടാൽ മതി. നിങ്ങളിപ്പോൾ റൈറ്റ് നോ എങ്ങനെയുള്ളൊരു ഫീലിംഗ് ആണ് മൈൻഡിലേക്ക് ഇപ്പോൾ വരുന്നത്? ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് കൂടുതൽ നമ്മൾ അറിയുമ്പോൾ ബ്ലെസ്ഡ്, റിലാക്സ്ഡ്, സോ നൈസ്. താങ്ക് യു, ഗ്രാറ്റിറ്റ്യൂഡ്, ബ്ലെസ്ഡ്, സൂപ്പർ, enlightened, awareness, so nice, super wisdom, thank you, grateful, peace and love, thank you, good, thank you so much, thank you so much, unconditional gratitude. അതാണ് നമ്മുടെ പവർ. ആൻഡ് ഡീപ്പർ ലെവൽ ഇൻറ്റൻഷൻ ഓൾസോ നമ്മുടെ പവറാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ഷോയിങ് അപ്പ് ഇൻ ദിസ് സൺഡേ മോർണിംഗ്. ഒരുപാട് തിരക്കുകളുണ്ടാവും, ഓണത്തിൻ്റെ തിരക്കുകളൊക്കെ വന്നിരിക്കുന്ന ഒരു സമയത്തും ഇവിടെ നമ്മൾ ഒരുമിച്ചിരിക്കാൻ കഴിഞ്ഞതിന് സോഴ്സിനോട്, യൂണിവേഴ്സിനോട് നന്ദി പറയുകയാണ്. നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞാലും തീരാത്ത നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു വൺസ് അഗെയിൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു Thank you, മാഡം. ma'am. Thank you, ma'am. Love you, Thank you, love ma'am. you. Fond പക്ഷേ ടാറ്റ. Love you. താങ്ക് യു മാം. Bye, tata. താങ്ക് യു മാം. Thank Thank you. you, മാം bye. എവിടെയാണ് നിൽക്കുന്നത്? ഞാനിപ്പോൾ ദുബായിലാണ്. അതല്ല, ബാക്കിൽ കടലും ഇതൊക്കെ കാണുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ, ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ. ഒരു ബീച്ചിലിരുന്ന് രാവിലെ ഒന്ന് കാണാന്ന് വിചാരിച്ചു. ഒരു സന്തോഷമല്ലേ ബീച്ചിൽ. ഇവിടെ ഭയങ്കര ചൂടാണ്. താങ്ക് യു സോ മച്ച്. ബൈ. ഓക്കെ മാം. Thank you, ma'am. ഓക്കെ മാം. താങ്ക് യു ഉമ്മ. ബൈ.